അസ്സലാമു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പം നമ്മളെ നോമ്പ് ചൂടിനോടൊക്കെ പൊരുതിങ്ങാണ്ട് നമ്മളെ നോമ്പൊക്കെ കഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഏറിയാൽ ഇനി 1-2 ഉണ്ടാവുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തന്നെ നമ്മളെ പെരുന്നാൾ അടുത്തെത്തി തുടങ്ങിയിരിക്കണേ. അപ്പം നമ്മൾ പെരുന്നാളിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് പെണ്ണുങ്ങൾക്ക് മൈലാഞ്ചിടലൊക്കെ പണ്ടേ ഉള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും കയ്യൊക്കെ ഒന്ന് ചുവപ്പിക്കേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മളെ നഖമൊക്കെ ഒന്ന് ചുമപ്പിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ കാര്യം. അപ്പം നഖം ചുമപ്പിക്കണ നമ്മളെ നാടൻ മൈലാഞ്ചി കൊണ്ട് നഖം എങ്ങനെ ചുമപ്പിക്കുക എന്നുള്ള അതിൻ്റെ ടിപ്പും ട്രിക്കുകളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും ഒന്നും മറക്കരുത്, മടിച്ച് നിൽക്കരുത്. അപ്പം നമ്മളെ വീട്ടിലുള്ള മൈലാഞ്ചിയാണ്. അപ്പോൾ നമ്മൾ 2 കൊമ്പ് എടുത്തുടങ്ങാണ്ട് കൊടുന്ന് നോക്കുമ്പോൾ ഈ തളിരിലൊന്നും ഇല്ല കേട്ടോ. നനക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് നനച്ചൊക്കെ ണ മൈലാഞ്ചിയാണ്. നല്ല നീരുണ്ടാവില്ല, എന്നാലും നമ്മളെ മൈലാഞ്ചി അൽഹംദുലില്ലാ നല്ല ചുവന്നിക്കണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് അതിൽ നമ്മൾ കൂട്ടിയിരിക്കണത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ വേഗം ഈ വീഡിയോ ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് കണ്ടിട്ടാ. അപ്പോൾ നമ്മൾ മൈലാഞ്ചിയൊക്കെ എടുത്തുകൊടുങ്ങാണ്ട് ഒന്ന് ഈരിങ്ങാണ്ട് ഒക്കെ എടുക്കണേ. അപ്പോൾ നമുക്കൊരു എൻ്റെ കൈക്ക് ഒരു 2 പിടി മൈലാഞ്ചി ഞാൻ എടുത്ത് കൊണ്ടു നിൽക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഈരിയൊക്കെ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ കഴിയണതും തളിരില നോക്കിക്കാണ്ട് എടുക്കുക. അപ്പോൾ നല്ല നീരും ഇതൊക്കെ കിട്ടും. അപ്പോൾ ഇത് നല്ല ചോക്കണം മൈലാഞ്ചി തന്നെയാണ്. അപ്പം നഖത്തിന് ചോക്കാൻ കുറച്ച് പണിയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് നഖം ചോക്കണ അതിൻ്റെ ടിപ്പാട്ടെ നമ്മൾ കാണിച്ചു തരുന്നത്. കൈൻ്റെ അടിയിലിട്ടാൽ ചോക്കും. കൈൻ്റെ അടിയിൽ ഇപ്പം കുട്ടികളൊന്നും ഇപ്പോൾ വല്ലാതെ ഇടണില്ലല്ലോ, ഒക്കെ ഇപ്പോൾ ഈ ട്യൂബൊക്കെ തിരിഞ്ഞിക്കല്ലേ. അപ്പോൾ ഇതാ നമ്മൾ ഈരി വെച്ചിട്ടാ. അപ്പോൾ നമ്മളൊരു ബൗള് നിറച്ചുണ്ട്. അപ്പം നമുക്ക് കൈക്കൊരു പാനീയം ഉണ്ടാക്കുകയാണ് നമ്മൾ. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിക്കണേ. 1/2 ഗ്ലാസ് വെള്ളം അതൊന്ന് തിളച്ചോട്ടെ. അത് തിളച്ച് വന്നിട്ട് അപ്പോൾ അതൊന്ന് നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇടാൻ പോണത് നോക്കിയേ. അപ്പോൾ ഇടൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ലാസ്റ്റ് ഇനിയുണ്ട് നല്ല അതിനുള്ള ട്രിക്കുകളൊക്കെ ഇനിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇത് കാപ്പിപ്പൊടിയാണ് കേട്ടോ. കാപ്പിപ്പൊടി നല്ലൊരു സ്പൂണ് കാപ്പിപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ നല്ലൊരു സ്പൂണ് കാപ്പിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പോൾ അതൊന്ന് തിളച്ചതിന് ശേഷം അപ്പോൾ ഇങ്ങനെ അടി പിടിച്ചാൻ വരും കേട്ടോ, വെള്ളം അതിനകത്തും വെക്കാത്തല്ലേ. അപ്പോൾ അത് നല്ലോണം 1-2 മിനിറ്റ് തിളച്ചതിന് ശേഷം ഒരു 1/2 സ്പൂണ് തേയിലപ്പൊടി ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇതിന് തന്നെ വെള്ളം കട്ടിയാക്കണേ. 1/2 ഗ്ലാസ് വെള്ളം അതിങ്ങനെ കട്ടിയെങ്ങാണ്ട് പിന്നെ ഒരു 1/4 ഗ്ലാസ്സായി മാറും കേട്ടോ. അതിങ്ങനെ തിളച്ച് വരുമ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു. കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ചെയ്തിട്ടാ. പിന്നെ കുറേ കാലത്തിനാണ് മൈലാഞ്ചി ഇടാൻ ഒന്നാമത് സമയം ഉണ്ടാവില്ല. ഇട്ടുകാണ്ട് കുറച്ച് നേരം ഇരിക്കാനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല കേട്ടോ. നമ്മളെ വീട്ടിലെ കാറുകയറി കഴിഞ്ഞിട്ട് നമുക്ക് അതിനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ ഒന്ന് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഒരു ഇതാവില്ല എന്ന് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് കണ്ടിട്ട് നമ്മൾ കാണിച്ചു തന്നെ. അപ്പോൾ ഞാനത് ഒരു പാത്രത്തിൽ കൊഴിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി അതൊരു കുറച്ച് ചൂടാറിയതിൻ്റെ ശേഷം ഒരു ചെറു ചൂട് കൊടുക്കുക ഈ മൈലാഞ്ചിക്ക് ഞാനിതുകൊണ്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിക്ക് ഇങ്ങനെ ഉണ്ട് ഒഴിച്ച് കൊടുക്കണേ. ഒഴിച്ച് കൊടുത്തുകാണ്ട് നമുക്കതൊന്നാണ് മൂടി വെക്കട്ടെ. ആ നല്ല ചൂടിലല്ല, ഒരു കുറച്ച് ചൂടാറിയതിൻ്റെ ശേഷം ഒരു ചെറു ചൂടിൽ നീക്ക് ഒഴിച്ച് കൊടുത്തുകാണ്ട് നല്ലൊന്നാണ്ട് മൂടി വെക്കുക. ഈ മൈലാഞ്ചിയോട് നഖമൊക്കെ ചെന്നാൽ അത് കുറേ കാലം നിൽക്കും ചെയ്യും. മറ്റേത് നമ്മൾ എന്തെങ്കിലും ഈ ട്യൂബോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വേഗം പോവുകയുള്ള. അപ്പോൾ അത് ഒന്നുവിൻ്റെ വെള്ളമൊന്നും ചേരില്ല. മൈലാഞ്ചിക്ക് ആ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ അമ്മിക്കാട്ട് അരക്കേണ്ടത്. അമ്മിക്ക് അരച്ചാലേ നല്ല വെള്ളമില്ലാതെ എനിക്ക് കിട്ടുള്ളൂ. അത് മിക്സിക്ക് അരക്കാൻ പറ്റണ പോലെ മിക്സിക്ക് അരച്ചോളൂ. ഈ വെള്ളം കൂടരുത്. വെള്ളം കൂടാതെ നല്ല ടൈറ്റിൽ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊന്നും കൂട്ടണില്ല. ആ നമ്മൾ ഒഴിച്ചില്ലേ അതോടുക്ക മാത്രം കേട്ടോ അരക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ആക്കി അരച്ചുകൊണ്ട് നന്നായി അരക്കണം. അപ്പം നന്നായി അരച്ചെങ്കിലേ ചുമപ്പാണ് പോരുള്ളൂ. അപ്പോൾ ഇടാൻ വിചാരിച്ചണ പോലെ അരക്കും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഓരോ കൈയൊക്കെ ചുവന്നാളൂ. അല്ലെങ്കിൽ പിന്നെ ഗ്ലൗസ് ഇട്ട് കാണ്ട് അരക്കണം. അല്ലെങ്കിൽ കൈയൊക്കെ ചുവന്നുകാണ്ട് വലിയമാരെ കൊണ്ടൊക്കെ അരപ്പിച്ചാൽ മതി. ഞാൻ പിന്നെ ഒരു കൈമൽ ഇങ്ങനെ ആക്കണുള്ളൂ കേട്ടോ. എനിക്കൊരു കൈമലേ ഞാൻ ഇടണുള്ളൂ. അപ്പോൾ അതിങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ മൈലാഞ്ചി ഇടുമ്പോൾ എത്ര നഖം മുറിച്ചതായാലും നമ്മൾ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് നഖം മുറിച്ചൽ മസ്റ്റാണ് കേട്ടോ.
എത്ര തലേന്ന് മുറിച്ചതായാലും അന്നൊന്ന് മുറിച്ചണം, അപ്പോഴേ അതിൻ്റെ ഒരു ബസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നഖമൊക്കെ ഒന്ന് മുറിക്കണേ. അപ്പോൾ നഖമൊക്കെ മുറിച്ച് ഞാൻ പിന്നെ കുളി നിസ്കാരം ഒക്കെ കഴിഞ്ഞാണ്ട് ഇപ്പം അരച്ച് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറായിട്ടാണ്. 1 മണിക്കൂറൊക്കെ ഇരിക്കണം, അപ്പോഴേ അതിൻ്റെ ചുമപ്പുണ്ട് സെറ്റായി വരുള്ളൂ. അപ്പം ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി കൂട്ടാണ്ടിട്ടാ, അപ്പോൾ അത് കൂട്ടിയിട്ടില്ല. അപ്പോൾ നല്ല മിനുസാക്കി ഞാൻ അരച്ചെടുത്തേക്കണ്. അപ്പോൾ ഇപ്പം എടുത്ത് വെച്ചിട്ട് അരച്ച് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറിന് മേലായിട്ടാണ്. അപ്പോൾ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി ഇതിലേക്ക് കൂട്ടേണ്ടത് എന്താണെന്നറിയാം, ഒരു 5 കറാമ്പൂവ് ഇട്ടാ അതെടുത്തുകാണ്ട് നമ്മൾ ഒന്ന് കുത്തുകയാണ് കേട്ടോ. അപ്പോൾ വിരലിട്ട് കുത്തിയാൽ ചിലപ്പോൾ നമുക്ക് കിട്ടില്ല, വിരലിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കാളും. അപ്പോൾ ഞാൻ നമ്മൾ റാക്കുമ്മൽ വെച്ചുകാണ്ട് തന്നെ അമ്മിക്കല്ലുകൊണ്ട് നല്ല ചതുക്കി പൊടിയാക്കണം കേട്ടോ. അപ്പോൾ അത് നല്ലണ്ട് പൊടിയാക്കിക്കാണ്ട് അതുകൊണ്ട് എടുക്കുക. അപ്പം ഇനി നമുക്കതൊന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കണം. അപ്പോൾ ഒരു ചട്ടിയിലൊന്നും ഇടാൻ മാത്രം മുതലില്ലല്ലോ. അപ്പം ഞാൻ എന്ത് പണി ചെയ്തെന്നാൽ നമ്മളൊരു ചായക്കയിലുണ്ട്, ആ കയ്യിലിട്ട് കണ്ടാട്ടോ ചൂടാക്കേണ്ടത്. ഒരു കുണ്ടുള്ളൊരു കയ്യിലെടുത്താൽ മതി, അല്ലെങ്കിൽ ചട്ടിയിലൊന്നും ഇട്ടാൽ സാധനം ഉണ്ടാവില്ല. അപ്പോൾ നല്ല കുണ്ടുള്ളൊരു കയ്യിലെടുത്തുകാണ്ട് ഇനി നമ്മൾ ഒന്ന് ചൂടാക്കട്ടത്. അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ചുകാണ്ട് അത് വിളിച്ചുകാണ്ട് ഒന്ന് ചൂടാക്കണം. ഒരു ഇറ്റ് വെള്ളം ഇറ്റിച്ച് കൊടുത്തുകാണ്ട് ഇറ്റ് വെച്ചാൽ ഒരു 1-2 സ്പൂൺ ഉണ്ടായിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ 1 സ്പൂൺ ഇറ്റിച്ചപ്പോൾ തിളച്ചപ്പോൾ അത് വറ്റിപ്പോയി. അപ്പോൾ പിന്നെ 1 സ്പൂണും കൂടി വെച്ച് കൊടുത്തിട്ടാ. ഇതായിട്ട് നമ്മൾ നഖത്തിന് പിന്നെ ചോപ്പ് കൊടുക്കാനുള്ള ട്രിപ്പ്. അപ്പോൾ അതുമേൽ വെച്ചുകാണ്ട് നല്ല ഇങ്ങനെ തിളച്ചിട്ട് വരും. അപ്പോൾ ഇങ്ങനെ കുറുകി വരും കേട്ടോ. അങ്ങനെ ഒരു വിധം ഒന്നുണ്ട് തിളച്ചുകാണ്ട് ഒന്ന് കുറുകി വന്നിക്കണേ. അപ്പം ഞാൻ എടുത്തുകാണ്ട് നമുക്ക് ബാക്കി പണി നോക്കാം. അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടാ. അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തേക്കും ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ചൂടക്കാറിൻ്റെ കയ്യൊക്കെ അതിക്ക് തട്ടിച്ചാനുള്ള ചൂടൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പം ഇനി അത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് എടുത്ത് വെക്കുക. ഈ മൈലാഞ്ചിയൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ഈ പൊട്ടണ പാത്രം എടുക്കണം കേട്ടോ. സ്റ്റീല് പിന്നെ പ്ലാസ്റ്റിക് ഒന്നും എടുക്കരുത്. പ്ലാസ്റ്റിക് ചിലത് കളറുകളും അതൊന്നും എടുക്കരുത്. അധികം നല്ലത് ഈ പൊട്ടണ പാത്രം കേട്ടോ. പൊട്ടണ പാത്രത്തേക്കാണ് മൈലാഞ്ചി എപ്പോഴും ആക്കിയേക്കാൻ നല്ലത്. അല്ലെങ്കിൽ പാത്രം ഇങ്ങനെ ആ ചുമപ്പ് പിടിച്ച് പോകും. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തുകാണ്ട് ഈ പൊടി ഉണ്ടല്ലോ അത് കൂട്ടിക്കാണ്ട് നന്നായാണ് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് നോക്കി എൻ്റെ കയ്യ് ചോക്ക് നോക്കി നല്ല ചോക്കണുണ്ട്. അപ്പം ഇനി നമ്മളെ നഖത്തുമ്മക്ക് നമ്മളൊന്ന് ഇട്ടുകാണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരട്ടാ. അപ്പോൾ ഞാൻ ആ കുറച്ച് സമയം ഇട്ടിട്ടുള്ളൂ. എന്താ വെച്ചാൽ 1.5 മണിക്കാട്ടെ ഞാൻ ഇടേണ്ടത്. 1.5 മണിക്ക് ഇട്ടുകാണ്ട് 2:30 മണിയായപ്പോത്തിന് ഞാൻ ഒന്ന് പോയിങ്ങാണ്ട് കിടന്ന് അതിലൊന്ന് ഉറങ്ങുകയും ചെയ്തിട്ടാ. ഉറങ്ങണം, ഈ മൈലാഞ്ചിട്ടാൽ അപ്പോൾ ഒന്ന് ഉറങ്ങണം. ഒന്ന് ഉറങ്ങിയാലാണ് മൈലാഞ്ചി, പുതിയ എണ്ണുങ്ങളെ കൊണ്ടൊക്കെ മൈലാഞ്ചി ഇടുമ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് ഉറങ്ങാൻ പറയും. ഉറങ്ങിയാലാണ് മൈലാഞ്ചി നല്ല ചോക്കലിട്ടാ. അത് കൈയിൻ്റെ അടിയിലായാലും ഒക്കെ അങ്ങനെ തന്നെ ഉറങ്ങി നിൽക്കണം. ഉറങ്ങി നിൽക്കുമ്പോഴാണ് മൈലാഞ്ചി ചോക്കൽ. അപ്പോൾ ഞാനിത് ഇട്ടുകാണ്ട് പോയി കിടന്നുകാണ്ട് 1.5 മണിക്കാട്ടത്. 1.5 മണിക്ക് ഇട്ടുകാണ്ട് ഒരു 2:15 ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു 3/4 മണിക്കൂറായിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഫോണൊക്കെ അടിച്ചപ്പോൾ അതിലാണ്ട് ഉറക്കമാണെന്നപ്പോൾ പിന്നെ ഞാൻ നീച്ചുകാണ്ട് അപ്പോൾ ചിലതൊക്കെ പോയും ചെയ്തിക്കണ്. എന്നാലും നല്ല ചുവന്നിക്കണ് കേട്ടാ. അത്യാവശ്യം നല്ല ചുവപ്പയിക്കണ്. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ വീഡിയോ എടുത്തുകാണ്ട് ചെയ്ത് ചോക്കുകയാണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യുക എന്ന് വിചാരിച്ചുകാണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ചുവന്നിക്കണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം ഇനി വേറുള്ളവർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിക്കൊക്കെ ഒന്നിട്ട് കാണാൻ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒന്ന് എത്തിച്ച് കൊടുക്കണം. ഇനി ദിവസമില്ലല്ലോ, അപ്പം ഇനി നാളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഒരു വട്ടം ഇട്ടുകാണ്ട് പിന്നെ ഒരു 3 വട്ടം ഇട്ടാൽ മതി. എന്നാൽ തന്നെ നല്ല ചുവന്ന് വരും കേട്ടോ. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിന് തന്നെ നല്ല ചുവപ്പായിക്കണം എൻ്റെ നഖം. കയ്യൊക്കെ ഞാൻ തൊടുന്നിടത്തൊക്കെ നല്ല ചോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിച്ചിന്. അപ്പോൾ എല്ലാവരും ഒന്ന് വേണമെങ്കിൽ ചെയ്ത് നോക്കേണ്ടി. മൈലാഞ്ചി ഇടാൻ ആഗ്രഹമുള്ളവരുണ്ടാവില്ല. അപ്പം നമ്മളെ പെരിയിലോ നമ്മളെ മുറ്റത്തൊക്കെ തന്നെ മൈലാഞ്ചി ഉണ്ടാവും, അല്ലെങ്കിൽ അയലക്കത്ത് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒന്ന് പെരുന്നാളാവുമ്പോൾ ഒരു പൂതിയാണല്ലോ. അപ്പോൾ ഇടണമെങ്കിൽ ഒന്ന് ഇട്ട് വെക്കേണ്ടി. ഇതൊക്കെ ഒന്ന് നോക്കിക്കാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഒക്കെ ഞാൻ പറഞ്ഞ്. അപ്പോൾ അതൊന്നും നിങ്ങൾ മറക്കരുത്, മടിച്ച് നിൽക്കരുത്. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യാനൊക്കെ എല്ലാവർക്കും മടിയാൻ തോന്നുന്നുണ്ട്. കണ്ടില്ല എൻ്റെ വിരൽ ചോന്നിക്കണമൊക്കെ എല്ലാം ചോക്കൂട്ടാ.
കണ്ടില്ലേ അതിൻ്റെ കൈമലൊന്നുമില്ല ഇനി അപ്പം ഞാൻ അയക്ക് അപ്പോൾ ഒരു കൈമൽ മൈലാഞ്ചിട്ട പിന്നെ ഒരു കൈ കൊണ്ടാണ് നമ്മൾ പണിയെടുക്കല്. അപ്പം ഒരു കൈ മുടങ്ങുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അപ്പം ഞാൻ ഒരു ചെറുനാരങ്ങൻ്റെ നാലൊരു ഭാഗം എടുത്തുകാണ്ട് വലിയ ചെറുനാരങ്ങ കേട്ടാ അപ്പോൾ നാലൊരു ഭാഗം എടുത്തുകാണ്ട് അതൊന്ന് പീഞ്ഞ് വെക്കുകയാണ്. പീഞ്ഞ് വെച്ചുകാണ്ട് ഞാൻ അതിലൊരു ലേസം പഞ്ചാര ഇട്ടുകാണ്ട് ഒന്ന് ഇളക്കി വെക്കണം. വേറെ വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഇനി ഇത് ഉണങ്ങി വരുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ അതിന് മേലെ ഇങ്ങനെ ഇട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ചോപ്പ് കിട്ടും. അപ്പോൾ ഒരിക്കൽ അത്യാവശ്യം എന്തായാലും പിന്നെ ഒന്നുകൂടി ഒരു മണിക്കൂർ പിന്നെ ഇട്ടാൽ മതി. പിന്നെ ഒരു മണിക്കൂർ കൂടി ഇട്ടാൽ മതി. ഒരു 3 വട്ടം ഇട്ടാൽ നിങ്ങളെ വിരൽ നല്ല ചോപ്പ് ഇട്ടാൽ ഞാൻ ഉറപ്പ് തരാം. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പായിരിക്കും. കണ്ടില്ല എൻ്റെ വിരൽ കണ്ടില്ല ചോന്നിക്കൂടെ നോക്കി ഞാൻ മൈലാഞ്ചി തൊട്ടിട്ടുള്ളൂ. ആ തോണ്ടിയ സ്ഥലങ്ങളൊക്കെ ആ ഭാഗം വേഗം ചോക്കുമല്ല. അപ്പോൾ ഈ നഖത്തിനാണ് ഭയങ്കര മടി കാണിച്ചൽ. അതിന് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ തുള്ളിച്ചങ്ങനെ ഉണങ്ങണീനനുസരിച്ച് ഇറ്റിച്ച് കൊടുക്കട്ടാ. അപ്പോൾ പിന്നെ എനിക്ക് ശരിക്കും കാണിച്ചു തരാനൊന്നും പിന്നെ കഴിഞ്ഞില്ല. പിന്നെ നോമ്പറക്കാനും പിന്നെ പണിയായി. പിന്നെ ഒന്നും ഇടാനും കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഇനി രാത്രിയൊക്കെ ഇടാനേ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.